ഹലോ ഹായ്, ഇന്നൊരു റവ പായസമാണ് കേട്ടോ. നമ്മുടെ ഓണത്തിനൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു കിടിലൻ ടേസ്റ്റിലായിട്ടുള്ള പായസം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ കാഷ്നട്ടും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അതാ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇനി ആ നെയ്യിൽ തന്നെ ഒരു അര കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. റവ ഫ്രൈ ആക്കുന്ന സമയത്ത് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതിന് ശേഷം എന്താ ഒരു കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് റവയിലേക്ക് ഒഴിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ റവയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുറച്ചായിട്ടാണ് കേട്ടോ ഒഴിച്ചെടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചെടുത്ത് അപ്പോൾ കുറച്ച് കട്ടകളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി ഉടച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ ആ 1 ലിറ്റർ പാല് മൊത്തം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റവയിൽ കട്ടകളൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തെടുക്കാം. ഞാൻ എന്താ ഒരു അര കപ്പോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കുങ്കുമപ്പൂവാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. അപ്പോൾ ഇത് ഒഴിച്ചാൽ ഒരു കളറും ഫ്ലേവറൊക്കെ കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ചേർത്തേക്കുന്നത്. പിന്നെ 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടി അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇച്ചിരി ലൂസായിട്ട് കാണുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴും ഇതൊന്ന് കട്ടിയാവും കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ റവ പായസത്തിന്. ഇനി നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തൊരു ഓണവിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.